നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൃഷ്ണ, എന്താ ഇത്? അരുതരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്നത് എന്തിനാ? വേണ്ട, എന്റെ മനസ്സിൽ നിന്ന് തോന്നലുകളൊക്കെ ഒന്ന് മാറ്റിത്തരണേ. എന്തായാലും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന് സന്തോഷം. നിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വരുന്നില്ല എന്നുള്ളൊരു തോന്നലില്ലെങ്കിലും ഈ ബന്ധമൊന്നും അവസാനിച്ചു കിട്ടുമല്ലോ. താങ്ക്സ്. വരുൺ, കിടന്നോളൂ, ഞാൻ വൈകും. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഞാൻ ചരട് കയ്യിലെടുത്തിട്ടേ ഉള്ളൂ. ഇനി മുറുക്കി തുടങ്ങണം. ആരാത്? ആരാ? അല്ല, എന്തിനാ വന്നേ? ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയോ? അതെ, ഞാൻ തന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്. ഞാൻ തന്നെയല്ലേ താലി കിട്ടിയത്. എന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയാല് ഞാൻ കണ്ടുപിടിച്ചില്ലേ പറ്റൂ. വേണ്ട, പോയിക്കോ. ആരെല്ലാം അറിഞ്ഞാലോ? എന്നാ പിന്നെ എല്ലാരും അറിയട്ടെ. ഞാനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ പ്രണയത്തിന്റെ ഒരു ഒറ്റ വാക്ക് തന്റെ പേര്. ഈശ്വര, പ്രിയങ്ക. പ്രിയങ്ക അവള് വേഷം കിട്ടിയതാ. യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോ അവളത് അഴിച്ചോളൂ. ഇതല്ല ഞാൻ തന്റെ കഴുത്തിൽ കിട്ടിയ താലി. ഞാൻ തന്റെ ഭർത്താവല്ലെങ്കിൽ താൻ എന്തിനാ സൂക്ഷിക്കുന്നത്? എന്തിനാ കഴുത്തിലിട്ടിരിക്കുന്നേ? പണ്ടത്തെ പോലെ എന്നെ ഇപ്പോ ഇഷ്ടമല്ല തനിക്ക്. അതെ, കരയാൻ ഞാൻ സമ്മതിക്കില്ല. തന്നെ ഞാൻ കൊണ്ടുപോവാം. എങ്ങോട്ട്? എന്റെ കൂടെ. പിരിഞ്ഞിരുന്ന് കരഞ്ഞും വഴി പറഞ്ഞും ചാവാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണം. നമ്മൾ കണ്ട സ്വപ്നം പോലെ നമുക്ക് ജീവിക്കണം. വന്നേ. കൃഷ്ണ, എന്താ ഇത്? അരുതരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്നത് എന്തിനാ? വേണ്ട, എന്റെ മനസ്സിൽ നിന്ന് തോന്നലുകളൊക്കെ ഒന്ന് മാറ്റിത്തരണേ.
വരുണേട്ടൻ വെളുപ്പിനെ മറ്റും മുറിന്ന് പോന്നതാ. ഞാൻ എഴുന്നേറ്റപ്പോ കണ്ടില്ല. എടാ മോനെ വരുൺ, ഒന്ന് എഴുന്നേറ്റെ. നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ വന്നിരുന്നതാ, അറിയാതെ ഉറങ്ങിപ്പോയി. പ്രിയങ്കമോള് നിന്റെ കാലിത്തോട്ട് കണ്ണിൽ വയ്ക്കുന്നത് കണ്ടിട്ടാ ഞാൻ ഇറങ്ങി വന്നത്. ആ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഭർത്താവിനെ വണങ്ങണമെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ല. വളർത്തിയ കുടുംബത്തിന്റെ മഹത്വം. പാരമ്പര്യം കൂടുതലുള്ള കുടുംബങ്ങളിലെ ആളുകളുടെ മനസ്സിൽ കയറി പറ്റാൻ ഇതുപോലുള്ള പൊടിക്കൈകള് നല്ലതാ. പക്ഷേ ഇതൊന്നും സത്യമാണെന്ന് കരുതണ്ട. മുത്തശ്ശി, ഞാൻ അടുക്കളയിലോട്ട് പൊക്കോട്ടെ. ശരി മോളെ. നീ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ആ കുട്ടി പോയത് കണ്ടോ? അതാ ജനിച്ച കുടുംബത്തിന്റെ മഹത്വം. അത് മനസ്സിലാവണമെങ്കിലേ ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ആളുകളെ ഭ്രമിപ്പിച്ച് നടന്നാ പോരാ. നല്ല ഒരു മനസ്സ് വേണം അവളെ പോലെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.